ഇന്ന് ഒക്ടോബർ 6 ഇന്ന് OTT റിലീസായ ഇനി OTT റിലീസിനൊരുങ്ങുന്ന സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് വിദേശ ഹൊറർ ചിത്രം ദി കോൺചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഡിജിറ്റൽ റിലീസ് ഇന്ന് നടന്നിരിക്കുന്നു. ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ഇപ്പോൾ സിനിമ OTTയിൽ ലഭ്യമാണ്. രണ്ടാമത്തേത് ഈ ആഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ത്യയിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് അപ്ഡേറ്റ് ആണ്. കുരുക്ഷേത്ര എന്നാണ് സീരീസിന്റെ പേര്. ഈ നെറ്റ്ഫ്ലിക്സിന്റെ ഹിന്ദി സീരീസ് ഈ ആഴ്ച ഒക്ടോബർ 10 നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്നതാണ്. മലയാളത്തിലും റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം മനോരമ മാക്സിൽ OTT റിലീസായിരിക്കുകയാണ്. തമ്പാച്ചി എന്ന സിനിമ രാഹുൽ മാധവ്, ശരത് അപ്പാനി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ മലയാളത്തിൽ ലഭ്യമാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലൊക്കെ ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമാണല്ലോ സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരി. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു പല ഹിന്ദി സിനിമകളുടെ അതേ രീതിയിൽ സിനിമ തിയേറ്ററുകളിലൊക്കെ 2 മാസങ്ങൾക്ക് ശേഷമേ OTT റിലീസാകുകയുള്ളൂ. ഡിസംബർ ആദ്യ ആഴ്ചയോടെ മാത്രമേ സിനിമ OTTയിൽ ലഭ്യമാകുകയുള്ളൂ. നേരത്തെ തിയേറ്ററുകളിലേക്ക് ഡോണർ വെച്ച് നോക്കുമ്പോൾ മികച്ച കളക്ഷൻ നേടിയിട്ടും തിയേറ്ററുകളിൽ വിജയിക്കാനാവാതെ പോയ സിനിമയാണ് ജോളി LLB 3. ജിയോ ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ അടുത്ത മാസം നവംബറിലെ 2ാമത്തെ ആഴ്ച ലഭ്യമാകുന്നതാണ്. അക്ഷയ് കുമാർ സിനിമ ഹിന്ദി ഭാഷയിൽ ലഭ്യമാകുന്നതാണ്. അടുത്തത് റാംബോ എന്ന തമിഴ് ഡയറക്റ്റ് OTT സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അരുൺനിധി സിനിമ സൺനെസ്റ്റിലൂടെ ഡയറക്റ്റ് OTT റിലീസായിട്ട് ഈ ആഴ്ച ഒക്ടോബർ 10 റിലീസാകുന്നതാണ്. ഈ വർഷം ഹോളിവുഡിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും അധികം സസ്പെൻസ് നിറഞ്ഞ സിനിമയായിരുന്നല്ലോ ആസിഫിന്റെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാഷ് എന്ന സിനിമ. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടില്ല. OTT അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയ സിനിമ ഈ മാസം ഒക്ടോബർ അവസാനത്തോടെ അല്ലെങ്കിൽ നവംബറിലെ ആദ്യ ആഴ്ചകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. പാനന്തൻ ഭാഷകളിൽ OTT റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ OTT പ്രഖ്യാപനത്തിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അവസാനത്തേത് ഈ വർഷത്തെ മോളിവുഡിലെ ആദ്യത്തെ വൻ പരാജയമായ സിനിമകളിൽ ഒന്നുകൂടി മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അപ്ഡേറ്റ് ആണ്. ഈ വർഷം പൂർത്തിയാകുമ്പോൾ എങ്കിൽ പോലും സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമോ എന്നാണല്ലോ ഒരുപാട് പേർ ഇതിനോടകം തന്നെ ഉറ്റുനോക്കുന്നത്. ആമസോൺ പ്രൈം സ്വന്തമാക്കിയ നോക്കിയ പലതവണ അൺഒഫീഷ്യൽ റിപ്പോർട്ട് വന്നെങ്കിലും ഇതുവരെ സിനിമ OTT റിലീസ് ആയിട്ടില്ല. നിലവിലെ സിനിമയുടെ OTT അവകാശങ്ങൾ ആരും സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് ഏറ്റവും അവസാനമായിട്ട് നാം മനസ്സിലാക്കുന്നത്. അവസാനം മമ്മൂട്ടി സിനിമകളിലെ കൂടുതൽ സിനിമകൾ സ്വന്തമാക്കിയ OTT പ്ലാറ്റ്ഫോമായ സോണി ലിവ് സിനിമ എടുക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായതാണ്. എന്നാൽ സോണി ലിവിന്റെ ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സും ഡൊമിനിക്കിന്റെ ക്ലൈമാക്സും ഒരേപോലെ ആയതുകൊണ്ടാണ് അവർ ഈ സിനിമ എടുക്കാത്തതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഡൊമിനിക്ക് എത്രയും വേഗം OTT റിലീസ് ആകട്ടെ, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.